നമ്മളെ പി.കെ. ബഷീർ എം.എൽ.എ നിയമസഭ ചേർന്നപ്പോൾ മുഴുവൻ മൂപ്പര് തകർത്തിരുന്നു. എന്നും പൊളിക്കലായിരുന്നു. അന്ന് ഇറങ്ങി പോകുമ്പോൾ ഡെമോക്രസി ഒരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ ഇനി പ്രസംഗിക്കാൻ പോകുമ്പോഴും ഞങ്ങളെ ഓർക്കണമെന്ന്. അത് ബഷീർക്ക ഓർത്തു. മലപ്പുറം കക്കാട് നടന്ന പരിപാടിയിൽ ബഷീർക്ക എം.എൽ.എ പൊളിച്ചു. പ്രവർത്തകരോടായി ബഷീർക്ക പറഞ്ഞു, അടി കിട്ടുമ്പോൾ ഇങ്ങനെ അമ്മായി കളി കളിച്ച് നടന്നിട്ട് കാര്യമില്ല, തിരിച്ചടിക്കണം. കേസൊക്കെ വന്നാൽ അതൊക്കെ ഒതുക്കി തീർക്കാൻ ഞങ്ങൾ 10-12 പേര് എം.എൽ.എമാരല്ലേ എന്ന്. ഇവർക്കാണെങ്കിൽ അങ്ങനെ നമ്മളത് മർമ്മത്ത് കയറിക്കാണ്ട് ഇവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ അമ്മായിക്കൂടിയായിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളിപ്പോണ്ടല്ലേ എ പിക്കാരാണ്, നിങ്ങൾ എ പിക്കാർ പ്രശ്നം ഉണ്ടാവും, ഒന്ന് ഉഷാറായിട്ടൊന്ന് നേരിട്ടാൽ മതി, എന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതെങ്ങനെ നേരിടാക്കൂടെ ഈ പ്രശ്നം? നിങ്ങൾ എ പിക്കാർ പ്രശ്നം ഉണ്ടാവും, ഒന്ന് ഉഷാറായിട്ടൊന്ന് നേരിട്ടാൽ മതി, എന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതെങ്ങനെ നേരിടാക്കൂടെ ഈ പ്രശ്നം? ഇത് ഞാൻ കേൾക്കട്ടെ, ഈ പ്രശ്നം ഈ അധികാരവും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം നമുക്ക് അധികാരം അല്ലെങ്കിൽ നിങ്ങൾ യാതൊരു ബേജാറും വേണ്ട. നമ്മളൊരു 10-18 അവിടെ ഉണ്ട്. പിന്നെ നിങ്ങളെന്തിനാ പേടിച്ചിട്ട്? നമ്മളൊരു ശക്തിയല്ലേ. നമ്മൾ ന്യായക്കേടൊന്നും ഇല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ന്യായം ഉണ്ടെങ്കിൽ നമ്മളൊരു കുറേശ്ശിനും പേടിച്ചണ്ട. എല്ലാരും പരശ വരിയിലാണ് നിർത്തുക. അസംബ്ലിയിൽ ഞങ്ങൾ പോയിക്കോട്ടെ. ബാക്കി ഇനിയിപ്പോ കുട്ടികൾ എന്തെങ്കിലും പെട്ടാലേ നിങ്ങളെ കൂടെ ഞങ്ങളുണ്ടോ? നിങ്ങളെ കൂടെ ഞങ്ങളില്ലെങ്കിൽ ഞങ്ങൾ നേതാക്കന്മാരാ. ഞങ്ങൾക്കറിയില്ല. ഇത് ഒരു പ്രതിസന്ധി വന്ന ഞങ്ങളെ കൂടെ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ടാവും. നിങ്ങൾ അങ്ങനത്തെ ബേജാറൊന്നും വേണ്ട. ഇപ്പൊ ഭരണമാണ് മാറിയിട്ട് വിചാരിച്ചിടും. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി അല്ലേ, അത് പണ്ടത്തെ പാർട്ടിയൊന്നുമല്ല. അത് ആ ബാർബർ ഷാപ്പിലെ കല്ല് പോലെ ഇങ്ങനെ തേഞ്ഞു പോണ ഒരു പാർട്ടിയാ. നേതാക്കന്മാരായാലും ഇങ്ങനെയായിരിക്കണം. നാട്ടിൽ ഭരണത്തിനെയും പോലീസിനെയും ഒന്നും പേടിക്കരുത്. അവരൊക്കെ എന്ത് പോയി തല്ലി തീർത്തോളണം. എന്താ അല്ലേ, അടിപൊളി. എന്തായാലും ബഷീർക്ക നിങ്ങൾ തകർത്ത്. പിന്നെ വരും വരായികളല്ലേ, അത് വരെടുത്ത് വെച്ച് കാണാം. പിന്നെ പണ്ടൊരു പ്രസംഗം നടത്തിയിട്ട് എന്തായി, നിങ്ങൾ വീണ്ടും എം.എൽ.എ ആയി, അത്രമാത്രം. അതുകൊണ്ട് 2016 ലാസ്റ്റ് തല്ലിക്കെട്ടുകൾ ഒരിക്കൽ കൂടി നോക്കാം. മോദിക്കെതിരെ ചങ്ങല കെട്ടിയവരും ചങ്ങല വിരുദ്ധരും തമ്മിൽ ഏറ്റുമുട്ടി. കള്ളപ്പണക്കാർക്കാണ് ഏറ്റവും വലിയ അസ്വസ്ഥത. അവരാണ് ഈ മനുഷ്യച്ചങ്ങല പിടിക്കാൻ പോകുന്നത്. രാജ്യത്തിന് വേണ്ടി സ്വന്തം കുടുംബവും നാടും ഉപേക്ഷിച്ചു എന്നാണ്. അതുകൊണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടു. പക്ഷേ രാജ്യം കുളം തോണ്ടി എന്ന് മാത്രം. കൊച്ചുങ്ങളെ റോഡിലിറക്കിയാണ് ചങ്ങലയിൽ ആളെ തികച്ചതെന്ന് വിമർശകർ. പുത്തൻ സ്വപ്നങ്ങൾക്ക് വിത്തിട്ട് കുമ്മനം ആശാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതിഥിയായി വന്നിട്ട് സ്ഥിരതാമസമാക്കാൻ നോക്കേണ്ടെന്ന് വീട്ടുകാർ. ഏതു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും കർത്താവിന്റെ സന്ദേശം അവിടെ ഒന്നുമല്ല, അതിനൊക്കെ അപ്പുറത്താണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളോ ആഭിമുഖ്യങ്ങളോ ഒന്നുമില്ലാത്ത ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു മനുഷ്യത്വത്തിന്റെ മുഖം കാണുവാൻ എത്തുന്നത്. എവിടെയും അകന്നു നിൽക്കുമ്പോഴല്ലേ അടുക്കേണ്ട കാര്യമുള്ളൂ. കുമ്മനത്തെ ഓടിക്കാൻ കഥകളുടെ കെട്ടഴിച്ച് സഭാ തലവന്മാർ കയ്യേലോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ ആ മനുഷ്യന്റെ മുഖഭാവം, ആ ചിരി മങ്ങി. അടി കിട്ടിയാൽ അമ്മായി കളി കളിച്ച് നോക്കി നിൽക്കരുതെന്ന് പി.കെ. ബഷീർ എം.എൽ.എ. നമ്മളിങ്ങനെ അമ്മായിക്കൂടിയായിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളിപ്പോണ്ടല്ലേ എ പിക്കാരാണ്, നിങ്ങൾ എ പിക്കാർ പ്രശ്നം ഉണ്ടാവും, ഒന്ന് ഉഷാറായിട്ടൊന്ന് നേരിട്ടാൽ മതി, എന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അകത്തായാൽ പുറത്തിറക്കാൻ എം.എൽ.എമാരുണ്ടെന്നും ബഷീർക്ക. CPM-നെ കുറിച്ചും ബഷീറിന് മികച്ച അഭിപ്രായം. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി അല്ലേ, അത് പണ്ടത്തെ പാർട്ടിയൊന്നുമല്ല. അത് ആ ബാർബർ ഷാപ്പിലെ കല്ല് പോലെ ഇങ്ങനെ തേഞ്ഞു പോണ ഒരു പാർട്ടിയാ. അങ്ങനെ വാരാന്ത്യ ഡെമോക്രസിയും വർഷാന്ത്യ ഡെമോക്രസിയും അവസാനിക്കുകയാണ്. പുതിയ വർഷത്തിൽ പുതിയ വിഭവങ്ങൾ നൽകാൻ പുത്തൻ ഉണർവോടെ എല്ലാവരും ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തട്ടെ. 2017 മോദിജി രാജ്യത്തെ പുതിയ പരീക്ഷണശാലയാക്കില്ല എന്ന് വെറുതെ കരുതിക്കൊണ്ട് എല്ലാവർക്കും നന്ദി. ഹാപ്പി ന്യൂ ഇയർ.